ഇന്ന് കുറച്ച് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ കഴുകാണ്. ഈ കവർ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇത് ആവിയിലിട്ട് വേവിക്കാവുന്ന. ഓക്കെ, അതുകൊണ്ട് ഇഡലി ചെമ്പ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി ഉപ്പിട്ട് വേവിക്കാം. നമ്മളിപ്പം ആ ഇഡലി ചെമ്പിന്റെ വെള്ളത്തിൽ തന്നെ ഇച്ചിരി ഉപ്പിടുവാണേ. നമുക്ക് കഴുകി വെച്ച നെല്ലിക്കയില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാമേ. ഇനി ഇത് വേവട്ടെ, വെന്തിട്ട് കാണാം. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച് നെല്ലിക്ക ഇപ്പം തന്നെ ഞാൻ 2 പ്രാവശ്യം തുറന്നു നോക്കി, വെന്തില്ല. അപ്പം നമുക്ക് എന്നാ ചെയ്യാം, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് സെറ്റാക്കി വെച്ചാലോ. ആ സമയം കൊണ്ട് ഇത് വേവട്ടെ അല്ലേ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി അരിയാം. ഞാൻ ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തത്. ഇത്ര മതിയായിരിക്കൂലേ, നോക്കാം. ഇത് ഞാൻ കുറച്ച് കരിവേപ്പില അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഈ ചട്ടിയിൽ അച്ചാർ വെക്കാം. അപ്പം ഞാൻ അരിയട്ടെ, തൊലിയൊക്കെ പൊളിച്ച് സെറ്റാക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഏത് അച്ചാറാണ് ഇഷ്ടം? പിന്നെ അയ്യോ, എല്ലാ സാധനം താഴെ പോവാ. സാറില്ല, ഞാൻ തന്നെ എടുത്തോ. അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടാവേ. പിന്നെന്താ, നെല്ലിക്കച്ചാർ ഇഷ്ടമാണോ? പിന്നെ മാങ്ങാച്ചാറാണോ ഇഷ്ടം? നെല്ലിക്കച്ചാറാണോ ഇഷ്ടം? പിന്നെ വെളുത്തുള്ളി അച്ചാറാണോ? പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് ഇഷ്ടമാണോ? പിന്നെന്താ, തേൻ നെല്ലിക്ക അല്ലേ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. തേൻ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ ഒക്കെ പറയാം കേട്ടോ. അപ്പം ഞാൻ ആ സമയം കൊണ്ട്, നിങ്ങൾ ആ സമയത്ത് കമൻറ്റ് ചെയ്തൊക്കെയാണ്. ആ സമയം കൊണ്ട് ഞാൻ അരിഞ്ഞിട്ട് വരാവേ. അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം തേണ്ട ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം നമുക്ക് നെല്ലിക്ക വെന്തോന്ന് നോക്കാം. ഒന്ന് തുറന്നായിരുന്നേ. ആവി പറക്കുന്നുണ്ടോ, കാണാവോ? ഇച്ചിരി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോ പീസാക്കി അടർത്തിയിട്ട് അച്ചാർ വെക്കുന്ന കാണാം. അപ്പോൾ ഞാൻ ഇനി അടർത്തിയിട്ട് വരാം. ഓക്കെ, ഞാൻ ചട്ടി ചൂടാക്കി ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും, പിന്നെ ഇതിലായിട്ട് വെച്ച നമ്മുടെ നെല്ലിക്ക, വേവിച്ച് വെച്ച നെല്ലിക്ക. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി കടുകിടാം. കടുക് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചത് ഇടാം. ഇപ്പം ചിലപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകും, കാരണം ഇച്ചിരി വെള്ളമുണ്ട്. സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിച്ചിടണം. കറിവേപ്പില ഞാൻ ഇതുപോലെ തന്നെ ഇടുക കേട്ടോ. സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ, സ്പൂൺ വേണ്ട, കൈ മതി. നന്നായിട്ടൊന്ന് വാടട്ടെ. അപ്പം ഇതൊന്ന് വാടി വരുന്നുണ്ട്. അത് വാടിയിട്ട്
ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി പിന്നെ ഇടുവാണേ. നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ നെല്ലിക്ക ഇടാം. ഓക്കെ.